Meet the editors. പതിവ് വിട്ട തന്ത്രങ്ങളോ എന്നാണ് ചോദ്യം. പതിവ് വിട്ട തന്ത്രങ്ങളോ എന്നതാണ് ചോദ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണികൾ പയറ്റാൻ പോകുന്നത്. സ്മൃതി, ഇതിപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസ് കോൺഫറൻസ് കാണുകയായിരുന്നു. അതിൽ സ്വർണ്ണക്കൊള്ളയടക്കമുള്ള വിഷയങ്ങളിൽ തിരിച്ച് പ്രതികരണവുമായിട്ട് എത്തുന്നു എന്നുള്ളത് ഒരു ഭാഗത്ത്. നമ്മളുടെ റിപ്പോർട്ട് അനുസരിച്ച് 2 ടേം നിബന്ധന CPM എടുത്തു കളയാൻ പോകുന്നു. CPMന്റെ ഭാഗത്ത് ഏകദേശം 23ഓളം MLA-മാർ ഈ 2 ടേമിൽ ഇപ്പോൾ കഴിയും. അവർക്ക് അവസരം നഷ്ടപ്പെടും. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരം കടുത്തതാണെന്ന് അവർ തിരിച്ചറിയുന്നു, തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ തിരിച്ചടിയിൽ. അതുകൊണ്ട് അവരെ നിലനിർത്താനാണ് നീക്കം. മറുഭാഗത്ത് കോൺഗ്രസിലാണെങ്കിലോ മുല്ലപ്പള്ളി രാമചന്ദ്രനെ അടക്കം ഒരുപക്ഷെ VM സുധീരനെ പോലും മത്സരക്കളത്തിലിറക്കാൻ, അതായത് ഒരു സാധ്യതയും ജയിക്കാനുള്ള ഒരു സാധ്യതയും കളയുന്നില്ല ഒരു മുന്നണികളും എന്നുള്ളതാണ്. പതിവ് വിട്ട നീക്കങ്ങളാണോ? പതിവിട്ട നീക്കങ്ങളാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിനും CPM-നെയും സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കുക എന്നുള്ളവരുടെ ജീവനും മരണ പോരാട്ടമാണ്. CPM-നെ സംബന്ധിച്ച് ഇവിടെ ഇല്ലെങ്കിൽ എവിടെയുമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് 3-ാം തവണയും കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ BJP വരുന്നു രണ്ടാമത് എന്നുള്ള പ്രശ്നം വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവൻ മരണ പോരാട്ടമാണ്. ആ ജീവൻ മരണ പോരാട്ടത്തെ എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഞാനിന്ന് പക്ഷേ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ചില കുറ്റസമ്മതമെങ്കിലും പ്രതീക്ഷിച്ചു കേട്ടോ. ഒരു പ്രതികരണം പോലും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മുടെ പ്രസാദാണല്ലോ ചോദിക്കുന്നത്. ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കുന്നുണ്ട്, പത്മകുമാറിൻ്റെ കാര്യം എടുത്തു ചോദിക്കുന്നുണ്ട്. അപ്പോൾ പത്മകുമാറിൻ്റെ വിഷയത്തിൽ അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അതിൽ പ്രതികരിക്കാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ്. അതെന്താണ് ബുദ്ധിമുട്ട്? അദ്ദേഹം പൊളിറ്റ് ബ്യൂറോ അംഗം എന്നതിനപ്പുറം ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറിക്കാണ് CPM-ന്റെ ചുമതല, അല്ലെങ്കിൽ CPM-ൽ ഏറ്റവും പ്രധാനപ്പെട്ട ശബ്ദം എന്നൊക്കെയുള്ള നമ്മൾ വെറുതെ എഴുത്തിൽ പറയാം. അത് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ അങ്ങനെയായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനായ ശേഷം പാർട്ടി എന്നാൽ പിണറായി വിജയനാണ്, പാർട്ടി എന്നാൽ പിണറായി വിജയനാണ് എന്നുള്ള നേതൃത്വം തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ്. പലപ്പോഴും MV ഗോവിന്ദൻ തന്നെ അത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൽ ഒരു തർക്കമില്ല. അപ്പോൾ പാർട്ടി ആരാണ്? പാർട്ടിയുടെ ശബ്ദമായി ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്ത ശബ്ദമായി കേൾക്കുന്നത് നമ്മുടെ പിണറായി വിജയൻ്റെ ശബ്ദമാണ്. ആ പിണറായി വിജയൻ ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? ശബരിമല സ്വർണ്ണക്കൊള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതെന്തൊരു വിലയിരുത്തലാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വിവിധ ഭാഗങ്ങളിൽ നിന്നും പാർട്ടിയുടെ വിലയിരുത്തലായി വിവിധ ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് അടക്കം വന്നതായിട്ടുള്ള വിവരങ്ങൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള തിരിച്ചടിച്ചു എന്ന് തന്നെയാണ്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്നിരിക്കെ അതിനെ നിഷേധിച്ചുകൊണ്ട് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പ്രതികരിക്കുമ്പോൾ എത്രത്തോളം പിഴവുകൾ അംഗീകരിക്കുന്നു എന്നൊരു ചോദ്യം അവിടെ വരുന്നു. രണ്ടാമത്തതല്ല, ഏറ്റവും പ്രധാനപ്പെട്ടത് വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ടാണ്. വെള്ളാപ്പള്ളി നടേശൻ ഒരു സമുദായ നേതാവ് എന്ന നിലയ്ക്ക് അംഗീകരിക്കുന്നതിനെ കുറിച്ചല്ലല്ലോ കേരളം ചോദ്യം ചോദിച്ചിരുന്നത്. ഇവിടെ വർഗീയ പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വർഗീയ പ്രസംഗം നടത്തുന്ന ഒരാളെ എങ്ങനെ മുഖ്യമന്ത്രി ചേർത്ത് നിർത്തി എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ പമ്പയിൽ നിന്നും ഈ പറയുന്ന പരിപാടിയിലേക്ക് വരുന്നതിൻ്റെ ദൂരം, ആ ദൂരത്തിൽ അദ്ദേഹം നടന്നു പോകുന്നതിൻ്റെ പ്രശ്നം, അദ്ദേഹം ഒരു പ്രായമായ ആൾ, അദ്ദേഹത്തിൻ്റെ സമപ്രായക്കാരനാണ്, അപ്പോൾ സമപ്രായക്കാരനായ ഒരാൾ നടന്നു പോകുന്നതുകൊണ്ട് വണ്ടിയിലേക്ക് കയറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെള്ളാപ്പള്ളിക്ക് വണ്ടിയില്ലേ? വെള്ളാപ്പള്ളി അതുവരെയും നടന്നാണോ വന്നത് എന്ന ചോദ്യമുണ്ടല്ലോ. അപ്പോൾ മുഖ്യമന്ത്രി അതൊരു കൃത്യമായ സന്ദേശമായിരുന്നു. വെള്ളാപ്പള്ളിയെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുവരുന്നത് ഈഴവ വോട്ട്, CPM-ന്റെ വോട്ട് ബാങ്കായ ഈഴവ വോട്ട് ലക്ഷ്യം ഇട്ട് തന്നെയായിരുന്നു. നമുക്കറിയാം, അന്ന് ശബരിമല ഈ പറയുന്ന ആഗോള അയ്യപ്പ സംഗമവും അതിനുവേണ്ടി തന്നെയായിരുന്നു വോട്ട് കേന്ദ്രീകരിച്ചത്. പക്ഷേ ആ വേദി വരെ എല്ലാ വാഹനങ്ങൾക്കും ആക്സസ് ഉണ്ടായിരുന്നു. ലിഫ്റ്റ് കൊടുത്തു എന്നാണ് മുഖ്യമന്ത്രി. ലിഫ്റ്റ് കൊടുത്തു എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ലിഫ്റ്റ് കൊടുക്കാതെ വെള്ളാപ്പള്ളിക്ക് എവിടേക്ക് എത്താൻ വരില്ലേ? അപ്പോൾ മറ്റു നേതാക്കളൊക്കെ എങ്ങനെ വന്നു? അവർക്ക് എങ്ങനെ വന്നു എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അപ്പോൾ വെള്ളാപ്പള്ളിയെ മാത്രം ആ രൂപത്തിൽ കൊണ്ടുവരുന്നു. അതിനു മുമ്പ് തന്നെ ഈ വർഗീയ പ്രസംഗങ്ങൾ നടത്തിയതിന് തൊട്ടു പിന്നാലെ എങ്ങനെയാണ് അദ്ദേഹത്തിനെ പൊന്നാടി എണിച്ചതെന്ന് നമ്മൾക്കറിയാം. ഈ വിഷയത്തിൽ പ്രതികരിക്കാതിരുന്നതെന്ന് നമുക്കറിയാം. വെള്ളാപ്പള്ളിക്കെതിരെ ഏറ്റവും ശക്തമായ പ്രതികരണം നടത്തിയിട്ടുള്ള നേതാവാണ് അദ്ദേഹം. മുൻപ് പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ നമുക്കറിയുന്ന കാര്യമാണ്, പലതവണ നമ്മൾ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രതികരണങ്ങൾ നടത്തുമ്പോൾ എന്ത് തിരുത്തലാണ് നടത്തുന്നതെന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. മറിച്ച് തിരിച്ചുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. CPM നേതാക്കൾക്കൊപ്പം അല്ലെങ്കിൽ മുൻ മന്ത്രിക്കൊപ്പം അടക്കം നമ്മൾ കണ്ടിട്ടുള്ള പോറ്റിയെ, സോണിയാഗാന്ധിയെ കാണാൻ പോയ പോറ്റി എന്ന രൂപത്തിൽ അതിൽ തന്നെ കേന്ദ്രീകരിച്ച് അതിൽ കൂടുതൽ വിശദീകരിക്കാനാണ് മുഖ്യമന്ത്രി ചെയ്യാൻ. ഒരു രാഷ്ട്രീയ പ്രതികരണമാണ്, ഉറപ്പായും അത് കോൺഗ്രസിനോടുള്ള ചോദ്യമാണ്. അതിൽ അടൂർ പ്രകാശിന്റെ റോൾ എന്താണ് എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ്. അത് കോൺഗ്രസ് മറുപടി പറയേണ്ടതാണ്. എന്തുകൊണ്ടാണ് പോറ്റിയുമായിട്ട് അടൂർ പ്രകാശ് അവിടേക്ക് പോയതെന്ന ചോദ്യത്തിന് കോൺഗ്രസ് മറുപടി പറയേണ്ടതാണ്. അക്കാര്യത്തിലൊരു സംശയമില്ല. പക്ഷേ എങ്ങനെ പരാജയപ്പെട്ടു എന്നുള്ള ചോദ്യങ്ങളും ഈ ചോദ്യങ്ങൾ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അത് പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ടുള്ള പ്രതികരണം എന്ത് തരത്തിലുള്ള കുറ്റസമ്മതമാണ് എന്നുള്ളതാണ്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇങ്ങനെയാണോ ഒരുങ്ങുന്നത് എന്ന പ്രധാനപ്പെട്ട ചോദ്യം അവിടെ വരുന്നുണ്ട്. ഇങ്ങനെയാണോ ഒരുങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ പിഴവുകൾ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, അതിൽ തിരുത്തൽ നടത്തുന്നില്ല എങ്കിൽ പിന്നെ എന്താണ് നിങ്ങളുടെ മുന്നൊരുക്കം എന്നുള്ളതാണ്. ആ മുന്നൊരുക്കം എന്ന് പറയുന്നത് ഈ പറയുന്ന 2 ടേം വ്യവസ്ഥ
ചിലരുടെ കാര്യത്തിലെങ്കിലും ഒഴിവാക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന പല പേരുകളും മന്ത്രി എന്ന നിലയ്ക്ക് പരാജയപ്പെട്ടു, അല്ലെങ്കിൽ നമ്മൾ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ച പലരുടെയും പേരുകൾ വീണ്ടും ഉയർന്നു കേൾക്കുകയാണ്. ഞാരുടെയും പേരൊന്നും എടുത്തു പറയുന്നില്ല. നമുക്ക് നമ്മുടെ പൊതു സമക്ഷമുണ്ട്, നമുക്ക് വേണമെങ്കിൽ അത് പരിശോധിച്ചാൽ മതി ആർക്കെതിരെയാണ്. കെ ശൈലജയുടെ പേര് വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യവുമാണ്. കാരണം പിണറായി വിജയൻ ഇനി മത്സരിക്കുമോ എന്ന സംശയം വരുമ്പോൾ കെ ശൈലജയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു വനിതാ നേതാവ് നിലയ്ക്ക് ഉയർത്തിക്കൊണ്ടുവരുമോ? നേരത്തെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ ശൈലജ എന്തിന് വെട്ടി എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ വെട്ടിയ അതേ ആൾ തന്നെ വീണ്ടും കെ ശൈലജയുടെ പേര് മുന്നോട്ട് വെക്കേണ്ടി വരുന്നോ? അത്രയ്ക്കും ഡെസ്പറേറ്റ് ആയി തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ആ പേര് വേണ്ടി വരുന്നു എന്ന രൂപത്തിലേക്ക് പാർട്ടി എത്തുന്നു എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അതാണ് എൻ്റെ മുന്നിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഇനി ബാക്കി തയ്യാറെടുപ്പുകളും ഉണ്ടാകും. ഉറപ്പായിട്ടും മറ്റു തരത്തിൽ എങ്ങനെ പരാജയപ്പെട്ടു എന്നുള്ളത് ഉറപ്പായിട്ടും താഴെത്തട്ടിൽ പരിശോധിക്കും. താഴെത്തട്ടിൽ നിന്നും ഓരോ ജില്ലയിൽ നിന്നും താഴെയുള്ള ഘടകങ്ങളിൽ നിന്നുമൊക്കെ പരാജയത്തിൻ്റെ കാരണങ്ങൾ പരിശോധിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് വളരെ വേഗം തന്നെ അതിൻ്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാധാരണഗതിയിൽ CPM-നെ സംബന്ധിച്ച് മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള വ്യത്യാസം എന്നുള്ളത് അവർക്ക് താഴെത്തട്ടിൽ കൃത്യമായി അറിയാം. എന്താണ്, എവിടേക്കാണ് പോകുന്നത്, ജയിക്കാൻ സാധ്യതയുണ്ടോ, പരാജയത്തിന് സാധ്യതയുണ്ടോ, അങ്ങനെ ഒരു നേരത്തെ ഒരു സൂചന പോലും താഴെത്തട്ടിൽ നിന്ന് പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ വലിയ ആത്മവിശ്വാസത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിട്ടവർക്കത് തിരിച്ചടിയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ശതമാനക്കണക്കിൽ 5% വ്യത്യാസമേ ഉള്ളൂ UDF-ഉമായി എന്ന് പറയുമ്പോഴും ആകെ കണക്കുകൾ, രാഷ്ട്രീയ പാർട്ടികളുടെ കണക്കുകൾ നോക്കുമ്പോൾ കോൺഗ്രസിനാണ് ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ കിട്ടിയിട്ടുള്ളത് എന്നൊരു കണക്ക് കൂടി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അത് എത്രത്തോളം അത് പരിഹരിക്കാൻ, അത് മറികടക്കാനുള്ള തന്ത്രങ്ങൾ മെനയുന്നു എന്നുള്ളതാണ് CPM-നെ സംബന്ധിച്ചുള്ള ഒരു വിഷയം. ഇനി കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ കോൺഗ്രസിൽ നമുക്കറിയാം, കോൺഗ്രസിലും UDF വലിയ രീതിയിൽ തന്ത്രങ്ങൾ മെനയുന്നു എന്നറിയുന്നു. മണ്ഡലങ്ങളെ 3ആയി തിരിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം തയ്യാറാക്കുമെന്നറിയുകയാണ്. ഉറപ്പായും ജയിക്കുന്ന സീറ്റുകൾ, നന്നായി പ്രവർത്തിച്ചാൽ ജയിക്കുന്ന സീറ്റുകൾ, സാധ്യത കുറഞ്ഞ സീറ്റുകൾ എങ്ങനെ അനുകൂലമാക്കാം എന്ന രൂപത്തിൽ അത് 3ആയി തിരിച്ചുകൊണ്ടുള്ള തന്ത്രങ്ങളാണെന്ന് പറയുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമൊക്കെ ഉണ്ടായിരുന്ന ലീഗിനുണ്ടായിരുന്ന ആത്മവിശ്വാസക്കുറവ് പൂർണ്ണമായും നികത്താൻ കഴിഞ്ഞിരിക്കുന്നു. വലിയ ആത്മവിശ്വാസത്തിലാണ്, ഒരുമിച്ചാണ് മുന്നണി മുന്നോട്ട് പോകുന്നത്. ആ നിലയ്ക്ക് ക്രിസ്മസ് അവധിക്ക് ശേഷം സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് തന്നെ പോകുന്നു എന്നുള്ളതാണ് അറിയാനാകുന്നത്. നിലവിലുള്ള സീറ്റുകൾ അടിസ്ഥാനമാക്കിയാകും ചർച്ച. ജയസാധ്യതയ്ക്കായി സീറ്റ് വെച്ചുമാറൽ, ലീഗും കോൺഗ്രസും തമ്മിൽ സീറ്റ് വെച്ചുമാറലടക്കം ആലോചിക്കുന്നു എന്നുള്ളതാണ്. അത് ലീഗും പലയിടത്തും ആഗ്രഹിക്കുന്നുണ്ട്. ഇനി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഡെപ്യൂട്ടി മേയറുടെ അത് പറയാം. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് വിഷയത്തിൽ അത് ഇനി സമീപിക്കുന്നില്ല. അടൂർ പ്രകാശ് നേരത്തെ കടത്തി പറഞ്ഞു എന്നുള്ള അഭിപ്രായം VD സതീശൻ തന്നെ പരസ്യമായി പറഞ്ഞു, ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നുള്ള. അപ്പോൾ മാണി വിഭാഗം ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്, ഇങ്ങോട്ട് വരികയാണെങ്കിൽ വരട്ടെ. ഇനിയിപ്പോൾ അല്ലാതെ PV അൻവറും ഈ പറയുന്ന സി കെ ജാനുവും ഇപ്പോൾ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന രൂപത്തിലുണ്ടല്ലോ, മുന്നണിയുടെ അകത്തേക്കല്ല എങ്കിലും. ഇനി RSP CMP എന്ന കക്ഷികളുടെ ആവശ്യം ഒരുപാട് സീറ്റ് എന്നുള്ളതല്ല, ജയിക്കുന്ന മണ്ഡലങ്ങൾ നൽകുക എന്നുള്ളതാണ്. ആ രൂപത്തിലേക്ക് കൂടി ചർച്ച പോകുന്നു. ഇപ്പോൾ CP ജോണിന്റെ കാര്യത്തിലൊക്കെ CP ജോൺ മത്സരിച്ച് മന്ത്രിയാകണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് UDF എന്നുള്ളതാണ്. അപ്പോൾ ആ രൂപത്തിൽ ആ ചർച്ചകൾ പോകുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ ഇപ്പോൾ ഇന്ന് ചർച്ച ചെയ്ത ഈ പറയുന്ന എറണാകുളത്തെ കൊച്ചി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട വിഷയം പരിശോധിക്കുകയാണ്. ഞാൻ അന്വേഷിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം, ദീപ്തി മേരി വർഗീസ് KSU മുതൽ പ്രവർത്തിച്ചു വരുന്ന വനിതാ നേതാവ്. അപ്പോൾ അവരെ പരിഗണിക്കേണ്ടതുണ്ട് എന്ന് തന്നെയായിരുന്നു വികാരം. പ്രതിപക്ഷ നേതാവിനും അങ്ങനെ തന്നെയായിരുന്നു ആഗ്രഹം. പക്ഷേ DCC അത് പൂർണ്ണമായും എതിർത്തു. നമുക്കറിയാം, ഇതിൽ ഈ പറഞ്ഞ തദ്ദേശ സ്ഥാപനത്തിലെ അധ്യക്ഷ പദവികളിലേക്ക് പാർട്ടിയിലെ സീനിയോറിറ്റി അവഗണിക്കരുതെന്ന് KPCCയുടെ സർക്കുലർ ഉണ്ടെന്ന് പറയുമ്പോൾ അത് പരിഗണിക്കാൻ ശ്രമിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് പൂർണ്ണമായും അത് തന്നെ വേണം എന്ന അർത്ഥത്തിൽ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ഇനി തർക്കമുണ്ടായ സ്ഥലങ്ങളിലൊക്കെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? തർക്കമുള്ള എല്ലായിടത്തും പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് അവിടെ വോട്ടിംഗ് നടത്തിയിട്ടുണ്ട്. വേറെ ഇടങ്ങളിലും പലയിടത്തും ഇതുപോലെ വോട്ടിംഗ് ഉണ്ടായിട്ടുണ്ട്. വേറെ ഇടത്തും ഇതുപോലെ രണ്ട് ടേമായി ഷെയർ ചെയ്യാനുള്ള ആലോചനകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പിറവത്തൊക്കെ 8-8 എന്ന രൂപത്തിൽ വന്നിട്ടുണ്ട്. അവിടെ ടോസ് ഇട്ടിട്ടാണ് ആളെ തീരുമാനിച്ചത്. അപ്പോൾ അങ്ങനെ പോകുന്നു. വേറെ ചില സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. അവിടെ എന്താ പറയുക, ഈ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഞാനില്ല എന്ന് അപ്പുറത്തെ ആൾ പറഞ്ഞതുകൊണ്ട് ഒരാളെ തന്നെ തീരുമാനിക്കുന്നു. അങ്ങനെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഉണ്ടായ തർക്കത്തിൽ എങ്ങനെയാണ് വോട്ടിംഗ് നടത്തിയത്? വോട്ടിംഗ് നടത്തുമ്പോൾ ഇവിടെ മിനി മോൾക്ക് കിട്ടിയത് 17-ഉം ഷൈനിക്ക് 22-ഉമാണ്. ഈ പറയുന്ന ദീപ്തിക്ക് 4 വോട്ടേ ലഭിച്ചുള്ളൂ. അത് ഈ പറഞ്ഞ രഹസ്യ വോട്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി വോട്ട് കിട്ടിയേനെ ദീപ്തി എന്ന് പറയുന്നുണ്ട്. ശരിയായിരിക്കാം, കുറച്ചുകൂടി വോട്ടുണ്ട്. പക്ഷേ ഇത്രയും എത്തുമോ എന്നുള്ള ചോദ്യമുണ്ട്. ഇനി മിനിമോളെ പറ്റി പറയുകയാണ്. മിനിമോളും ഇവിടെ 4 തവണ കൗൺസിലറായിട്ടുണ്ട്. നന്നായി പ്രവർത്തിക്കുന്ന, ഇവിടെ പാർട്ടിക്കകത്ത് ഈ ജില്ലയിൽ നന്നായി, അല്ലെങ്കിൽ കോർപ്പറേഷൻ പരിധിയിൽ നന്നായി അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തക എന്ന രൂപത്തിൽ അവർ അറിയപ്പെടുന്നു. ഇനി കൊച്ചിയിലെ എറണാകുളത്തെ ഒരു കാര്യം പരിശോധിക്കുകയാണെങ്കിൽ, എറണാകുളത്ത് കോൺഗ്രസ് മര്യാദയ്ക്ക് ഒരുമിച്ച് നിന്നില്ല എങ്കിൽ പലപ്പോഴും
അകത്തുനിന്ന് തന്നെ കാലുവാരുന്ന സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. ഇവിടെ ടോണി ചെമ്മണി എങ്ങനെയാണ് മേയറായെന്നറിയാമല്ലോ. എൻ വേണുഗോപാലിൻ്റെ കാര്യത്തിൽ എൻ വേണുഗോപാൽ ഐ ഗ്രൂപ്പാണ്. അന്ന് ഐ ഗ്രൂപ്പും എ ഗ്രൂപ്പും തമ്മിലുള്ള ഐ ഗ്രൂപ്പിനാണ് കോൺഗ്രസിൽ ഇവിടെ പ്രാമുഖ്യമുള്ളത്. പക്ഷേ ഇവിടെ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അത് ടോണി ചെമ്മണിക്ക് വീഴുകയാണത്. അപ്പോൾ ആ രൂപത്തിൽ ആളുകളെ വെട്ടാൻ കെൽപ്പുള്ളവരാണിവിടെ. അപ്പോൾ ആ രൂപത്തിൽ അങ്ങനെ വെട്ടുമ്പോൾ ഇവിടെ ഈ പറയുന്ന ഭൂരിപക്ഷം ദീപ്തിക്ക് എതിരായി നിൽക്കുമ്പോൾ മറിച്ചൊരു തീരുമാനത്തിലേക്ക് പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കും. അപ്പോൾ അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ല എന്നുള്ളതാണ്. ദീപ്തിയോട് സംസാരിച്ചു. ദീപ്തിക്ക് 2.5 വർഷം എന്നുള്ള ഒരു ഓഫർ നേരത്തെ നൽകിയെന്ന് കേൾക്കുന്നു. പക്ഷേ അവരത് 5 അല്ലെങ്കിൽ വേണ്ട എന്ന് പറയുകയാണ് ചെയ്തത്. പക്ഷേ ദീപ്തിയെ സംബന്ധിച്ച് നിരാശയുണ്ടാകും. ഉറപ്പായിട്ടും നമ്മളൊക്കെ പ്രതീക്ഷിച്ച പേരാണവർ. ആ നിലയ്ക്ക് അവർ യോഗ്യയുമാണ്. കാര്യത്തിൽ തർക്കമില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു വിഷയമായി അവിടെ നിൽക്കുന്നു. നമുക്കറിയാമല്ലോ, നേരത്തെ എം.ഒ. ജോൺ സ്ഥാനാർത്ഥിയായി നിന്ന സമയത്ത് ജോൺ സ്ഥാനാർത്ഥിയാകുമ്പോൾ ആന്റണിയുടെ കാലമാണ്. ലീഡറോട് ആലോചിക്കാതെ, അന്ന് കെ കരുണാകരനോട് ആലോചിക്കാതെ സ്ഥാനാർത്ഥിയായി നിർത്തിയപ്പോൾ അന്ന് TV ചിഹ്നത്തിലാണ് സെബാസ്റ്റ്യൻ പോൾ മത്സരിച്ചത്. എല്ലാവരും TV കാണണം എന്നേ പറഞ്ഞുള്ളൂ കരുണാകരൻ. അന്ന് TV കണ്ടു, സെബാസ്റ്റ്യൻ പോൾ ജയിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എറണാകുളത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് അവർ തയ്യാറല്ല എന്നുള്ള. ഇനി വരുന്ന പ്രതികരണങ്ങൾ ശ്രദ്ധിക്കണം. മാത്യു കോൾനാടൻ ഇവിടെ പ്രതികരിക്കുന്നു. അജയ് തറയിൽ പ്രതികരിച്ചു. മാത്യു കോൾനാടൻ്റെ പ്രതികരണം എവിടെയാണ്? അവിടെ പറയുന്നതാണ്, ഈ പാർലമെന്ററി പാർട്ടിയിലെ ഭൂരിപക്ഷം നോക്കിയാണെങ്കിൽ അങ്ങനെയാണോ എല്ലാം തീരുമാനിക്കുന്നതെന്ന് പറയുമ്പോൾ, ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് വോട്ടിംഗ് നടത്തുമ്പോൾ ഇവിടെ VD സതീശന് ആ ഭൂരിപക്ഷം ലഭിക്കില്ല എന്ന സൂചനയാണോ മാത്യു കോൾനാടൻ നൽകിയെന്ന് നമുക്ക് തോന്നാം. മാത്യു കോൾനാടൻ ഇങ്ങനെ പറയാനുള്ള ധൈര്യം കിട്ടുന്നത് മാത്യു കോൾനാടൻ്റെ സ്വന്തമായ പ്രതികരണമായിട്ട് ഞാൻ കരുതുന്നില്ല. അതിൽ KC ഗ്രൂപ്പിൻ്റെ ഒരു നിർണായകമായ പങ്കുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ആരാണ് മുകളിൽ എന്നുള്ള തർക്കം ആ നേതാക്കൾക്കിടയിൽ നിൽക്കുന്നുണ്ട്. ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യം ഇവിടെ നിൽക്കുമ്പോൾ ആ സാഹചര്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്താൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന മുതിർന്ന നേതാക്കളുണ്ടല്ലോ, VM സുധീറിൻ്റെ പേര് കേൾക്കുന്നു. പിന്നെ ആരാ കേട്ടത്? മുല്ലപ്പള്ളിയുടെ കാര്യത്തിൽ മുല്ലപ്പള്ളി മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മലബാറിൽ നിന്നുള്ള ശക്തനായ ഈഴവ നേതാവ് എന്ന രൂപത്തിൽ അദ്ദേഹത്തെ പരിഗണിക്കുന്നു. അവിടെ മലബാറിൽ അങ്ങനെ ഒരു നേതാവ് ഇപ്പോൾ ഒരു വാക്വമുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ മുല്ലപ്പള്ളി മത്സരിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ VM സുധീരൻ വ്യക്തിപരമായി അദ്ദേഹം മത്സരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. പെടണം എന്ന രൂപത്തിൽ ഹൈക്കമാൻഡ് ആ തരത്തിൽ സമ്മർദ്ദം ചെലുത്തുമോ എന്നാണ് നമുക്കറിയേണ്ടത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഉമ്മൻചാണ്ടി സർക്കാരിൽ ആ സമയത്ത് KPCC അധ്യക്ഷനായിരുന്ന VM സുധീരൻ യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ റോളാണ് നിർവഹിച്ചിരുന്നത്. അന്ന് ഈ പറഞ്ഞ ബാറുകൾ പൂട്ടണം എന്ന തീരുമാനം, അല്ലെങ്കിൽ ബാറുകൾ പൂട്ടണം എന്ന കടുംപിടുത്തം VM സുധീരൻ കാണിച്ചു. അത് എങ്ങനെയാണ് പിന്നെ പ്രതിഫലിച്ചത് നമ്മൾ കണ്ടാണ്. അപ്പോൾ അതൊക്കെ തന്നെയും പാർട്ടിയുടെ മനസ്സിലുണ്ടാകാം. VM സുധീരൻ തൽപരനല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പാർട്ടി ഹൈക്കമാൻഡിന് ഈ സമ്മർദ്ദം ചെലുത്തുമോ? കൂടുതൽ മുതിർന്ന നേതാക്കൾ വരുമോ? MP-മാർ ആരും മത്സരിക്കില്ല കേട്ടോ. MP-മാർ ആരും മത്സരിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. MP-മാർ മത്സരിച്ചാൽ ഒരാളെ നിർത്തിയാൽ, ഇപ്പോൾ K സുധാകരൻ്റെ പേര് കേൾക്കുന്നു, ഒരാളെ നിർത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ പടപടപടേന്ന് ഇങ്ങോട്ട് വരും. അപ്പോൾ എന്താണ്, ഒരു മിനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇവിടെ നടത്തേണ്ടി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള എല്ലാ അനുകൂലമായ സാഹചര്യങ്ങളും ഇല്ലാതെയാകുമെന്നുള്ളതാണ്. അങ്ങനെ ഒരു ആത്മഹത്യാപരമായ തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പോകുമോ എന്നുള്ളതും നമ്മുടെ മുന്നിൽ ഒരു കൗതുകമായി നിൽക്കുന്നു. BJPയെ സംബന്ധിച്ച് വോട്ടിംഗ് ശതമാനം എങ്ങനെയാണ്? ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ നിന്നൊക്കെ ഏറ്റവും കുറഞ്ഞ 14.7% അത്രയ്ക്കും കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ നഗരപരിധിയിൽ മാത്രമേ വോട്ട് കിട്ടിയിട്ടുള്ളൂ എന്നുള്ള വിലയിരുത്തലുണ്ട്. ബാക്കി എല്ലായിടത്തും ഇടിയുകയാണ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ പല സ്ഥലത്തേക്ക് പടർന്നു എന്ന് പറയുമ്പോൾ വോട്ടിംഗ് ശതമാനം ഇത്രയധികം വീണത് BJPയും ഇരുത്തി ചിന്തിക്കുന്നുണ്ട്. എവിടെയൊക്കെയാണ് വീഴ്ച എന്നാലോചിക്കുന്നു. ഈ പറഞ്ഞ ചുമതലയുണ്ടായിരുന്ന നേതാക്കൾക്ക് പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് കേൾക്കുന്നു. അതൊക്കെ ഏത് അറ്റം വരെ പോകുമെന്ന് അറിയേണ്ടതുണ്ട്. അതിനിടയ്ക്ക് വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ ക്രിസ്ത്യൻ സമുദായത്തെ കൂടി അവരെ കൂടി എന്താ പറയുക, BJPയോട് അടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ വലിയ രീതിയിൽ നടത്തി അവരിൽ നിന്ന് തന്നെ കുറച്ച് നേതാക്കളെയൊക്കെ കണ്ടെത്തി കൊണ്ടുവരുമ്പോഴാണ് രാജ്യത്താകെ ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളുടെ വാർത്ത വരുന്നത്. എന്തിനാ പാലക്കാട് നടന്നു? പാലക്കാട് നടക്കുമ്പോൾ കരോൾ മര്യാദയ്ക്ക് നടത്തിയില്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന രൂപത്തിൽ ഇവിടെ തന്നെ ചില BJP നേതാക്കൾ പ്രതികരിച്ചു. അതായത് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന നേതാക്കളുടെ പ്രതികരണമാണ്. ആ കുട്ടികളുടെ പിതാക്കൾ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ സഭയിൽ നിന്നടക്കമുള്ള സഭാപിതാക്കന്മാരുടെ പ്രതികരണം അടക്കം ഇന്ന് വന്ന ദിവസം കൂടിയാണ്. അപ്പോൾ ചെറിയ ശ്രമം പോരാ, ഇനി എന്തെങ്കിലും നടത്താൻ എന്നുള്ളതാണ്. പതിവിട്ട തന്ത്രങ്ങളോ എന്നുള്ളതാണ് ചോദ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 മുന്നണികൾക്കും മുന്നിലുള്ളത്. സുജയ, പതിവ് വിട്ട തന്ത്രങ്ങൾ അത് പതിവിലും നേരത്തെ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. സാധാരണ തെരഞ്ഞെടുപ്പിന് 1 മാസമൊക്കെ മുന്നിലുള്ളപ്പോൾ എങ്ങനെയാണോ പരസ്പരം ആക്രമിക്കുന്നത്, ആ ഒരു ആക്രമണത്തിലേക്ക് 3 മാസം അല്ലെങ്കിൽ 100 ദിവസമെങ്കിലും ചുരുങ്ങിയ പക്ഷം ഉണ്ടാകാം. മാർച്ച് അവസാനം അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യ വാരത്തിലാകാം തെരഞ്ഞെടുപ്പ്. അപ്പോൾ അത്രയും പ്ലാൻഡായി വളരെ അഡ്വാൻസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് കേരള രാഷ്ട്രീയം എത്തിയിരിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ ഇപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അൺയൂഷ്വലി
എക്സ്പ്രസീവ് ആയിരുന്നു. പല ചോദ്യങ്ങൾക്കും സാധാരണ ടി വി പ്രസാദൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കുമ്പോഴത്തേക്കും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അത്രയ്ക്ക് പ്ലസന്റ് ആയിട്ടുള്ള മറുപടിയല്ല ഉണ്ടാകാറുള്ളത്. ഇന്ന് പ്ലസന്റ് ആയിട്ടാണെന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി ചിരിക്കുന്നുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഓരോന്നിനും വിശദീകരിച്ച് മറുപടി പറയുന്നുണ്ടായിരുന്നു. സാധാരണഗതിയിൽ 50 മിനിറ്റ് സംസാരിച്ച് പിന്നീട് ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞ് പരമാവധി 1 മണിക്കൂർ, അതാണ് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിന്റെ സാധാരണഗതിയിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് ഏകദേശം 75 മിനിറ്റോളം തുടർച്ചയായി ആ വാർത്താ സമ്മേളനം പോവുകയായിരുന്നു. 5 മണിക്ക് തന്നെ തുടങ്ങി ഒരു 6:15, 6:16 വരെയൊക്കെ ആ വാർത്താ സമ്മേളനം പോവുകയും ചെയ്തു. അതിൽ തന്നെ മുഖ്യമന്ത്രി നിലവിലുള്ള എല്ലാ വിഷയങ്ങളും, ആ വിഷയങ്ങളെല്ലാം, ഈ വർഷത്തെ പ്രശ്നങ്ങളെല്ലാം ഈ വർഷം തന്നെ പറഞ്ഞു തീർത്തിട്ട് പുതിയൊരു വർഷത്തിലേക്ക് പോകാമെന്ന് സുഹൃത്തുക്കൾക്കിടയിൽ പറയാറുണ്ട്. അതെല്ലാം പറഞ്ഞു തീർക്കാം, എന്നിട്ട് നമുക്ക് പുതിയ വർഷത്തെ ഫ്രഷായിട്ട് വരവേൽക്കാവുന്ന. അപ്പോൾ ഇതുവരെ നേരിടുന്ന വിമർശനങ്ങളെ, അതിനെ എല്ലാത്തിനെയും മറുപടി കൊടുത്ത്, അല്ലെങ്കിൽ എങ്ങനെയാണ് മുന്നണിയും പാർട്ടിയും ഈ വിഷയങ്ങൾ പ്രതിരോധിക്കേണ്ടത് എന്നതിന് മുഖ്യമന്ത്രി കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം നൽകുന്നത് പോലെയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ കണ്ടത്. അതിൽ തന്നെ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട വിമർശനം, അത് ഈ വർഷം മുഴുവൻ തുടർന്നു വന്ന വിമർശനമാണ്. പല സംഭവങ്ങളിലായി ഏറ്റവും ഒടുവിൽ പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ കാറിൽ വെള്ളാപ്പള്ളി നടേശൻ വന്നിറങ്ങുന്ന അടക്കമുള്ള കാര്യങ്ങൾ, അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഈ കോൺഗ്രസ് കൊണ്ടുപോകും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. അതായത് കോൺഗ്രസ് എന്തൊക്കെ വെച്ചാണ്, അല്ലെങ്കിൽ UDF എന്തൊക്കെ വെച്ചാണ് പ്രതിരോധിക്കുന്നത് എന്നത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ആ ചോദ്യങ്ങൾക്കെല്ലാം വളരെ ടാക്ടിക്കലായി മറുപടി പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ വാർത്താ സമ്മേളനത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ അത് ഒരു മോഷണക്കേസ് കൈകാര്യം ചെയ്യുന്ന ലാഘവത്തോടെയാണോ മുഖ്യമന്ത്രി മറുപടി പറയാൻ വളരെ കെയർഫുള്ളായി അതിന് മറുപടി പറയാൻ ശ്രമിച്ചത് എന്നും ആലോചിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ആ ഒരു ആലോചന നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോഴേക്കും മറുഭാഗത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൃത്യമായി കൊണ്ടുപോയി സോണിയാഗാന്ധിയുമായിട്ടുള്ള ആ ഒരു ഫോട്ടോയിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകുന്നതിന് വേണ്ടി നിങ്ങൾ ഇതാണ് പ്രതിരോധിക്കാൻ ഉപയോഗിക്കേണ്ടത് എന്ന നിർദ്ദേശം അണികൾക്ക് നൽകുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഞാൻ അവിടെ കണ്ടത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ബോൺ പൊളിറ്റീഷ്യൻ എങ്ങനെയാണോ തനിക്ക് നേരെ വരുന്ന ഏറ്റവും വലിയ ആയുധത്തെ പ്രതിരോധിക്കുന്നത്, ആ രീതിയിലാണ് മുഖ്യമന്ത്രി ഇന്ന് ശ്രമിച്ചത്. അതായത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം, അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രയോജനപ്പെട്ടു. ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രയോജനപ്പെട്ട അതേ തന്ത്രവുമായി അടുത്ത മത്സരത്തിനും ഇറങ്ങാം. ഇപ്പോൾ നമ്മൾ സാധാരണ ജില്ലാതല മത്സരത്തിൽ ഇപ്പോൾ ഇൻഡിവിജ്വൽ ഐറ്റത്തിന് നമ്മളിപ്പോൾ ഫസ്റ്റ് പ്രൈസ് കിട്ടിയെങ്കിൽ സംസ്ഥാന തലത്തിലേക്ക് പോകുമ്പോൾ അതൊന്നുകൂടി പോളിഷ് ചെയ്തിട്ട് അവതരിപ്പിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഒരു ഫ്രഷ് ഐറ്റം എടുക്കുന്നവരുമുണ്ട്. അപ്പോൾ പോളിഷ് ചെയ്ത് ഇതേ ഐറ്റവുമായി പോകാമെന്നാണ് UDF കരുതിയിരിക്കുന്നത്. പാരഡിയൊക്കെ ഹിറ്റായി, അപ്പോൾ ഹിറ്റായ പാരഡി ഇങ്ങനെ നമുക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം എന്ന് കരുതുന്ന ആളുകളോട് അങ്ങനെയല്ല, നിങ്ങളുടെ ആ ഹിറ്റായ പാരഡിയും കൊണ്ട് ഇനി പോയിട്ട് കാര്യമില്ല, അതിന് തിരിച്ചടിക്കാൻ വേണ്ടി അതിനേക്കാൾ വലിയ ആയുധം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് പതറി നിന്ന പ്രവർത്തകർക്ക് ഇതാണ് നിങ്ങൾ പ്രതിരോധിക്കേണ്ട ആയുധം, നിങ്ങൾ എടുക്കേണ്ട ആയുധം ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് പോലെയാണ് ഈ പോറ്റി സോണിയാഗാന്ധി ചരടുകെട്ടലൊക്കെ കൊണ്ടുവന്ന ആ ഒരു ഫോട്ടോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ മുഖ്യമന്ത്രിയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം അത് നമ്മൾ എടുത്തു നോക്കണം. എങ്ങനെയാണ് അവസരം ലഭിച്ചത് സോണിയാഗാന്ധിയെ കാണാൻ? സോണിയാഗാന്ധിയെ കാണുക എന്ന് പറയുന്നത് ഇപ്പോൾ ശശി തരൂർ അടക്കമുള്ള ആളുകൾ റിക്വസ്റ്റ് ചെയ്ത് കാത്തിരിക്കുന്നതാണ്. അപ്പോൾ അത് പ്രവർത്തക സമിതി അംഗമാണ് ശശി തരൂർ. അപ്പോൾ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി ഈ 2 പേരെ കാണുന്നതിന് വേണ്ടി എത്ര സമയം കാത്തിരിക്കണം? അപ്പോൾ ആ കാത്തിരിക്കുന്ന ആളുകൾക്ക് എത്ര സമയം കഴിഞ്ഞാണ് ആ കൂടിക്കാഴ്ചയ്ക്ക് അവസരം കിട്ടുന്നത്? സാധാരണ നമ്മൾ ഈ ചർച്ചയിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ മുഖ്യമന്ത്രി ഇന്ന് കൃത്യമായി എന്താണ് നിങ്ങൾ മുന്നോട്ട് വെക്കേണ്ട നറേറ്റീവ് എന്ന് പാർട്ടിക്ക്, അതുപോലെ തന്നെ നേതാക്കൾക്ക് എല്ലാവർക്കും ഒരേപോലെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. കനത്ത സുരക്ഷാ വലയത്തിൽ എങ്ങനെയാണ് ഈ അവസരം കിട്ടിയത്? ബെല്ലാരി സ്വദേശി ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒന്നിച്ചു നിൽക്കുന്ന ആ ഒരു ചിത്രം പുറത്തു വന്നതിനെ കുറിച്ച് മുഖ്യമന്ത്രി പറയുകയാണ്. അപ്പോൾ പൊതുസമൂഹത്തിൽ നടക്കുന്ന ചർച്ചകളിൽ നിന്ന്, പ്രത്യേകിച്ചും സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങളെല്ലാം വെച്ചിട്ട് വളരെ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു വാർത്താ സമ്മേളനമായിരുന്നു. അത് ഒരു പതിവ് വിട്ട തന്ത്രമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. മുഖ്യമന്ത്രിയുടെ തന്ത്രത്തിൽ നിന്ന് നമുക്കിനി പ്രതിപക്ഷത്തേക്കും വരാം. ഇവിടെ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയുടെ കാരണം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അത് സ്വർണ്ണക്കൊള്ള കാരണം മാത്രമല്ല തിരിച്ചടി നേരിട്ടത്, പല കാരണങ്ങളുണ്ടെന്നും അത് പാർട്ടി പരിശോധിച്ച് തിരുത്തുമെന്നും പറയുന്ന മുഖ്യമന്ത്രി ഈ സ്വർണ്ണക്കൊള്ളയിൽ തന്നെ തങ്ങളെ തളച്ചിടാൻ നോക്കുന്ന പ്രതിപക്ഷത്തിന് നേരെ കൃത്യമായി ബാറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളിയുടെ കാര്യത്തിലും ഈഴവ വോട്ട് ഇനി വിട്ടുപോകാതിരിക്കാൻ, പോയ വോട്ടുകൾ കുറേയൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട് എന്നുള്ള ഒരു കണക്കൂട്ടലിലേക്ക് ഇടതുപക്ഷം എത്തിയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ നിന്ന് ഈഴവ വോട്ട് ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി തന്നെയാണ് ഇന്ന് വെള്ളാപ്പള്ളി നടേശനെ, അത് നോർമലാണ് എന്ന് സ്ഥാപിക്കാനാണ്, അതായത് കാറിൽ കയറ്റുന്നത്, കൂടെ കൊണ്ടുവരുന്നത്, അങ്ങനെ കൊണ്ടുവരാൻ പറ്റാത്ത ഒരാളൊന്നും അല്ലല്ലോ, അത്ര മോശക്കാരനൊന്നും അല്ലല്ലോ വെള്ളാപ്പള്ളി എന്ന് തന്നെയാണ്. മാഡം നേരത്തെ പറഞ്ഞതുപോലെയല്ല, അത്ര മോശക്കാരനൊന്നുമല്ല വെള്ളാപ്പള്ളി അങ്ങനെ മോശക്കാരനായി കാണുന്നില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ആ ഒരു ആക്ടിലൂടെ, അല്ലെങ്കിൽ താൻ ചെയ്ത ഒന്നിച്ച് വാഹനത്തിൽ കൊണ്ടുവന്ന് അവിടെ ഇറക്കിയ ആക്ടിലൂടെ, അതിൽ തനിക്ക് തെറ്റിയിട്ടില്ലെന്ന് മാത്രമല്ല അതേക്കുറിച്ച് നിങ്ങൾ പറയുന്നവർക്കാണ് തെറ്റുപറ്റിപ്പോയത് എന്ന് മുഖ്യമന്ത്രി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഈ ബെല്ലാരി സ്വദേശി ഗോവർദ്ധനിൽ നിന്ന് സോണിയാഗാന്ധി ഉപഹാരം സ്വീകരിച്ചോ,
ഇപ്പോൾ ഈ ആറ്റിങ്ങൽ MP അടൂർ പ്രകാശ്, പത്തനംതിട്ട MP ആന്റോ ആന്റണി, അപ്പോൾ ഇവർ രണ്ടുപേരുമാണോ ഈ അപ്പോയിന്റ്മെന്റ് ലഭ്യമാക്കി കൊടുത്തത്? അതാണ് ഇനി ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ പോകുന്നത്. അടുത്ത നറേറ്റീവ് എന്ന് പറയുന്നത് അതാണ്. ഇടതുപക്ഷം ഇനി അങ്ങോട്ട് വെക്കാൻ പോകുന്ന കൗണ്ടർ അതാണ്. ഇപ്പൊ തന്നെ നോക്കൂ, കോൺഗ്രസ് ക്യാമ്പുകളിലൊക്കെ സൈലൻസ് ആണ്. സമൂഹ മാധ്യമങ്ങൾ എടുത്ത് നോക്കൂ, ഞാനിപ്പോൾ നോക്കുമായിരുന്നു. ഇതിന് മറുപടി പറയാനായിട്ട് രമേശ് ചെന്നിത്തലയെ കാണുന്നുണ്ട് നമ്മൾ, പക്ഷേ മറ്റാരും അങ്ങോട്ട് ഇറങ്ങുന്നില്ല. പേടിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അടൂർ പ്രകാശും ആന്റോ ആന്റണിയൊക്കെ പറയട്ടെ എങ്ങനെയാണ് ഈ അപ്പോയിന്റ്മെന്റ് കിട്ടിയത്. ഗോവർദ്ധനും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും എങ്ങനെയാണ് ഈ രണ്ടു പേർക്കൊപ്പം നിൽക്കുന്നത്? CPIMന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കളുടെയോ കൂടെയുള്ള ചിത്രമല്ല, കോൺഗ്രസിന്റെ രണ്ട് MP-മാരാണ് കൂടെ നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ എന്താണ് അവിടെ നടന്നിരിക്കുന്ന നീക്കം, അല്ലെങ്കിൽ അതിൽ എന്താണ് ഇവരുമായിട്ടൊക്കെയുള്ള ബന്ധം? അതായിരിക്കും ഇനി ചോദിക്കാൻ പോകുന്നത്. അതും നിയമസഭ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയുള്ള തന്ത്രമാണ്. അത് നേരത്തെ തന്നെ ഒരു നറേറ്റീവ് സെറ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. മറ്റൊരു ആരോപണം UDF-ഉം NDA-യും തമ്മിലുള്ള വോട്ട് ഷെയർ വെച്ചുകൊണ്ടാണ്. അതായത് NDA-ക്ക് കുറയുന്നിടത്ത് UDF-ന് സീറ്റ് കിട്ടുന്നു, UDF-ന് അല്ലെങ്കിൽ കോൺഗ്രസിന് കുറയുന്നിടത്ത് BJP-ക്ക് സീറ്റ് കിട്ടുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കമുള്ള കണക്കുകൾ വെച്ച് CPIM പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ന്യായമാണ്. ആ ന്യായം ഇന്ന് മുഖ്യമന്ത്രിയും ആവർത്തിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പ്രവർത്തകർക്ക് ആവേശം പകരാൻ, അതോടൊപ്പം തന്നെ ഇങ്ങോട്ട് ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടിയുണ്ട്, മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുന്നില്ല എന്ന് വരുത്തി തീർക്കാനായിട്ടുള്ളൊരു ശ്രമമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇവിടെ മറുഭാഗത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മറുഭാഗത്ത് എല്ലാം ഒന്നും ഊഷ്മളമായി പോകുന്ന ഒരു സാഹചര്യമല്ല. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് കോൺഗ്രസ് ആ അധികാരത്തെ ട്രീറ്റ് ചെയ്യുന്നത്? ഭരിക്കാൻ കഴിവില്ലാത്ത ഒരു മുന്നണിയാണോ UDF എന്ന് തോന്നിപ്പിക്കുന്ന, കോൺഗ്രസ് എന്ന് തോന്നിപ്പിക്കുന്ന കാര്യങ്ങളാണ് അധികാരം ഉറപ്പായ സ്ഥലങ്ങളിൽ. അതും ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കൊച്ചി കോർപ്പറേഷനാണ്. കൊച്ചി കോർപ്പറേഷനിൽ കിട്ടിയതുപോലെയുള്ള ഒരു വലിയ മാൻഡേറ്റ് കിട്ടിക്കഴിഞ്ഞാലും അതെങ്ങനെയാണ് വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളില്ലാതെ? നേരത്തെ നോക്കൂ, ഇടതുപക്ഷത്തിന് വരുമ്പോൾ അവിടെ അനിൽകുമാറിനെ ആണ് അവിടെ അവർ മേയറായിട്ട് കൊണ്ടുവരുന്നത്. അത് അനിൽകുമാറിന്റെ ജാതിയും മതവും നോക്കിയിട്ടൊന്നുമല്ല, അനിൽകുമാറിന്റെ മറ്റേതെങ്കിലും തരത്തിലുള്ള പോക്കറ്റുകളിൽ സ്വാധീനമുള്ള ആളാണോ എന്ന് നോക്കിയിട്ടല്ല. അതുപോലെ തന്നെ മറ്റു പാർട്ടികളായാലും അവരെല്ലാവരും ആരാണോ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കൃത്യമായി എല്ലാവരും ചേർന്നെത്തുന്നു. ഇവിടെ പക്ഷേ 2.5 വർഷം, 1 വർഷം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പേരുണ്ടെങ്കിൽ 5 വർഷം. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ 4 പേരുകൾ കേൾക്കുന്നുണ്ട്. എങ്ങാനും UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ എങ്ങനെയാണ് ഒരു 5 വർഷത്തേക്കുള്ളൊരു മുഖ്യമന്ത്രി ഉണ്ടാവുക? അതിലും ഒരു അൺസർട്ടനിറ്റി വരില്ലേ എന്ന് ജനം ചിന്തിച്ചു പോകും. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനെ മുന്നിൽ നിർത്തിയാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് എന്നുള്ളത് MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കം നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പിണറായി വിജയനെ മുന്നിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു, മറുഭാഗത്ത് രാജീവ് ചന്ദ്രശേഖരനെ മുന്നിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇവിടെയാകട്ടെ ആരാണ്? KC വേണുഗോപാലാണോ, VD സതീശനാണോ, രമേശ് ചെന്നിത്തലയാണോ, K മുരളീധരനാണോ, അതോ മറ്റാരെങ്കിലും ആണോ? ആരാണ് നേതാവ്? അതോ ഇനി ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനം വേണോ? എന്താണ് ഒരു തീരുമാനം എന്നുള്ളത് മുന്നോട്ട് വെച്ചുകൊണ്ട് ഇന്നയാളുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു എന്ന് പറയാൻ കഴിയുമോ? കാരണം കൊച്ചി ഒരു എക്സാമ്പിളായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. മുന്നിൽ നിന്ന് നയിക്കണമെന്ന് ദീപ്തിയുടെ വാക്കുകൾ കോട്ട് ചെയ്യുകയാണെങ്കിൽ, ടു കോട്ട് ദീപ്തി പറഞ്ഞത്, മുന്നിൽ നിന്ന് നയിക്കണമെന്ന് പറഞ്ഞത് VD സതീശനാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തീരുമാനം മാറി. കൊച്ചി കോർപ്പറേഷൻ LDF-ൽ നിന്ന് തിരിച്ചു പിടിക്കാൻ മുന്നിൽ നിന്ന് നയിക്കണമെന്ന് പറഞ്ഞു. ദീപ്തി നല്ല ഒന്നാന്തരമായിട്ട് മുന്നിൽ നിന്ന് നയിച്ച് ഭരണത്തിലേക്ക് എത്തുകയും ചെയ്തു. നല്ലൊരു മാൻഡേറ്റും ഉണ്ടായി. കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ദീപ്തിയെ അങ്ങ് കൈവിട്ടു. അത് ശരിയാണോ എന്ന് ജനം ചോദിക്കുകയാണ്. ഇനിയിപ്പോൾ അവിടെ നടന്ന വോട്ടെടുപ്പ് അത് ഓരോ പാർട്ടിയുടെയും ആഭ്യന്തര കാര്യമാണ്, അത് ആ പാർട്ടിയുടെ തീരുമാനമാണ്. ഞാനതിനെ ചോദ്യം ചെയ്യുകയല്ല. എങ്കിൽ പോലും ദീപ്തിക്ക് ഒരു നീതി നിഷേധം ഉണ്ടായോ എന്ന ഒരു ചർച്ച പൊതുസമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതും ഇടതുപക്ഷത്തിന് ഒരു അഡ്വാൻറ്റേജ്, BJP-ക്ക് ഒരു അഡ്വാൻറ്റേജ് ആയി ഉപയോഗിക്കാൻ കഴിയുന്ന കാര്യം തന്നെയാണ്. ദീപ്തിയെ തഴഞ്ഞത് ഭൂരിപക്ഷം കുറവായതിൻ്റെ പേരിലാണെങ്കിൽ മാത്യു എന്ന് ചോദിച്ചത് റെലവൻ്റ് അല്ലേ? ദീപ്തിയെ തഴഞ്ഞത് ഇങ്ങനെയുള്ള ഒരു വോട്ടെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 4 പേരുണ്ടല്ലോ, ഈ 4 പേരിൽ ആര് വേണം, അല്ലെങ്കിൽ ആരെ മുന്നിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്ന് തെരഞ്ഞെടുപ്പിന് മുൻപോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷമോ വരുമ്പോൾ ഈ വോട്ടെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു വോട്ടെടുപ്പ് നടത്തിയിട്ടാണോ ഈ തീരുമാനങ്ങൾ എടുക്കുക? ഇതേ മാനദണ്ഡം തന്നെ ആയിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് ചോദിക്കുന്നത് പുറത്തു നിൽക്കുന്ന ഏതെങ്കിലും പാർട്ടികളോ നേതാക്കളോ അല്ല, മുന്നണിക്കകത്ത് തന്നെയുള്ള പാർട്ടിക്കകത്ത് തന്നെയുള്ള MLA മാത്യു കുഴൽനാടനാണ്. എന്തായാലും അനുനയിപ്പിക്കാൻ ശ്രമങ്ങളൊക്കെ കൊച്ചിയുടെ കാര്യത്തിൽ നടക്കുന്നുണ്ടാകും. അത് ആ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. അപ്പോൾ പതിവ് വിട്ട തന്ത്രങ്ങൾ തന്നെയായിരിക്കും. അതുപോലെ തന്നെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാം പാളിപ്പോയി എന്ന് കരുതുന്ന BJP-യിലെ ഒരു വിഭാഗം ആ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ BJP ആസ്ഥാനത്ത് കാരൽ നടത്തുകയാണ്. അതുപോലെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന് പറയുകയാണ്. അപ്പോൾ എല്ലാവരും നേരത്തെ ഇറങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നമ്മൾ 2021 കണ്ട ഒരു സാഹചര്യമേ അല്ല, 2016 കണ്ട സാഹചര്യമല്ല, 2011 കണ്ട സാഹചര്യമല്ല. 2026 എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ ആയിരിക്കും. എവിടം വരെ പോകുമെന്നുള്ളത് കണ്ടറിയണം കോശി എന്ന് പറഞ്ഞതുപോലെയാണ്. പതിവ് വിട്ട തന്ത്രങ്ങളാണോ എന്നുള്ളതാണ് ചോദ്യം. തന്ത്രങ്ങൾ പലതും മെനയുന്നുണ്ട്, പക്ഷേ പല തന്ത്രങ്ങളും കൃത്യമായി ലക്ഷ്യത്തിൽ തന്നെ എത്തുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഈ ഘട്ടത്തിൽ. നമുക്ക് ആദ്യം UDF-ൻ്റെ കാര്യത്തിലേക്ക് വരാം, പിന്നീട് LDF-ൻ്റെയും. 3 കാര്യങ്ങളാണ് പ്രധാനമായും ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന്, എന്താണ് ഈ തിരഞ്ഞെടുപ്പിന് ശേഷം നമ്മുടെ മുന്നിൽ അനാവൃതമാകുന്ന ചിത്രം? രണ്ടാമത്തത്, എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ പോകുന്ന സ്ട്രാറ്റജി? അതിനെ എങ്ങനെയാണ് LDF പ്രതിരോധിക്കാൻ പോകുന്നത്?
മൂന്നാമത്തത് സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കമുള്ള കാര്യങ്ങളിൽ എന്തുകൊണ്ടാണ് ഈ നേരത്തെ തന്നെ ഒരു തീരുമാനമുണ്ടാവുന്നതും 2 ടേം വ്യവസ്ഥയൊക്കെ തൽക്കാലത്തേക്ക് മാറ്റിവെക്കാമെന്ന് തീരുമാനിക്കുന്നതും. ഞാൻ ആദ്യം വരാം. ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷം നമ്മുടെ മുന്നിൽ UDFൻ്റെ വളരെ ഒരു പക്ഷേ പരിഹാസ്യമെന്ന് പറയാവുന്ന ഒരു ചിത്രം അനാവൃതമായിട്ടുണ്ട്. അത് കൊച്ചിയിലെ കോർപ്പറേഷനിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു സാഹചര്യമുണ്ട്. അധികാരത്തിലെത്തിയാൽ ഐക്യമുന്നണി അനൈക്യമുന്നണിയായി എങ്ങനെ മാറുന്നു എന്നതിൻ്റെ ക്ലാസിക്കൽ എക്സാമ്പിളാണ്. നോക്കൂ, സ്വപ്നതുല്യമായ വിജയമല്ലേ എറണാകുളത്തെ കോർപ്പറേഷനിൽ UDF നേടിയത്. അതും ഏറ്റവും നന്നായി ഈ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ 6 കോർപ്പറേഷനുകളിലെ മിന്നും വിജയമെന്ന് ഞാൻ പറയും. എന്തുകൊണ്ടെന്നാൽ എറണാകുളം കോർപ്പറേഷനിൽ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണമെന്ന് പറയുന്നത് ഗംഭീരമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള വിലയിരുത്തൽ. കഴിഞ്ഞ കുറേ വർഷങ്ങളിലേക്കാൾ കഴിഞ്ഞ 5 വർഷത്തെ ടേം ഒരുപാട്, അത് മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയിലാവട്ടെ, ഭവന നിർമ്മാണ പദ്ധതിയിലാവട്ടെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് നിർത്തുന്ന കാര്യത്തിലാവട്ടെ, ഇത്തരം കാര്യങ്ങളിലെല്ലാം എറണാകുളം കോർപ്പറേഷൻ കൈവരിച്ച നേട്ടത്തെ മറികടന്നുകൊണ്ടാണ് 47 സീറ്റ് എറണാകുളത്തെ കോർപ്പറേഷനിലെ വോട്ടർമാർ UDFന് കൊടുക്കുന്നത്. അപ്പോൾ ആ വോട്ടർമാരോട് വിനീതമായ ഒരു മര്യാദ കാണിക്കണ്ടേ? ഇപ്പോൾ എന്താ പുറത്തു വന്നത്? 2 അഭിപ്രായങ്ങളാണ് നമ്മൾ കേട്ടത്. അതിലൊന്ന് മാത്യു കുൽനാടിൻ്റെ ഒരു അഭിപ്രായം നമ്മൾ കേട്ടു. പാർലമെന്ററി പാർട്ടി ജനാധിപത്യത്തിൽ എല്ലാ കാര്യങ്ങളും ജനാധിപത്യത്തിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണോ തീരുമാനിക്കപ്പെടുന്നത് എന്നതാണ് ഒരു ചോദ്യം. അത് ആരെ ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് നേരത്തെ സ്മൃതി പറഞ്ഞു. അത് കൃത്യമായും VD സതീശനെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. പ്രേക്ഷകർക്കറിയാം എങ്ങനെയാണ് രമേശ് ചെന്നിത്തലയെ പാർലമെന്ററി പാർട്ടി അംഗങ്ങളുടെ പിന്തുണയുണ്ടായിട്ടും പ്രതിപക്ഷ നേതാവായി പരിഗണിക്കാതിരുന്നത്, എങ്ങനെയാണ് VD സതീശനെ പരിഗണിച്ചത് എന്നുള്ളത് പ്രേക്ഷകർക്കറിയാവുന്ന കാര്യമാണ്. നോക്കൂ, ഇവിടെ ഭൂരിപക്ഷമാണോ പരിഗണിച്ചത്? അല്ല. അതാണ് ഇതിലെ കൗതുകകരമായ കാര്യം. ഈ കോർ കമ്മിറ്റി കൂടിയില്ല എന്നൊക്കെ പറയുമ്പോഴും ഇതിന് നിയുക്തരായിരിക്കുന്ന ഈ DCC പ്രസിഡന്റ് ആണെങ്കിലും ശരി, ബാലസുബ്രഹ്മണ്യൻ ആണെങ്കിലും ശരി, ഡൊമിനിക് പ്രസന്റേഷൻ ആണെങ്കിലും ശരി, ഇവർ കൂടിയിരുന്ന് കൗൺസിലർമാരുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ 21 പേർ പിന്തുണച്ചയാൾ ഷൈനി മാത്യു ആണ്. ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുണച്ച ഷൈനി മാത്യുവിന് 2ാമത്തെ ടേം കൊടുക്കുന്നു. അതിൽ കുറച്ച് പിന്തുണച്ച മിനിമോൾക്ക് 1ാമത്തെ ടേം കൊടുക്കുന്നു. ഇതിലൊരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എങ്ങനെയാണ് ഒരു പാർട്ടി ഔദ്യോഗികമായി ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നത്? പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്. മിനിമോൾക്ക് നേരത്തെ 3 വർഷം എന്നുള്ളതിൽ മിനിമോൾക്ക് 9 മാസമേ കിട്ടിയുള്ളൂ. ആയിക്കോട്ടെ, പക്ഷേ എങ്ങനെയാണ് നിങ്ങൾ ഭൂരിപക്ഷം അനുസരിച്ചാണെങ്കിൽ 21 പേർ പിന്തുണച്ച ഒരാൾ എങ്ങനെ 2ാം സ്ഥാനത്ത് വരിക? 17 പേർ പിന്തുണച്ച ആൾ എങ്ങനെ 1ാം സ്ഥാനത്ത് വരിക? 4 പേരെ പിന്തുണച്ചയാളെ എങ്ങനെയാണ് മേയറാക്കാമെന്ന് നേരത്തെ തത്വത്തിൽ തീരുമാനമെടുക്കുക? അപ്പോൾ അതിലെവിടെയാണ് നിൽക്കുന്നത്? നിങ്ങൾ ഭൂരിപക്ഷ അടിസ്ഥാനത്തിലാണോ നിൽക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഷൈനി മാത്യു 1ാം സ്ഥാനത്ത് വരണം. അതുകൊണ്ടാണ് അജയ് തറയിലും ദീപ്തി മേരി വർഗീസും അടക്കം പറയുന്നത് നിങ്ങൾ പരിഗണിച്ചത് ഭൂരിപക്ഷമേ അല്ല. അപ്പോൾ നിങ്ങൾ പരിഗണിച്ചത് എന്താണ്? മറ്റു മാനദണ്ഡങ്ങളാണ്. മിനിമോൾ മോശം കാൻഡിഡേറ്റ് ആണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ ദീപ്തി മേരി വർഗീസിന്റെ അയോഗ്യത എന്തായിരുന്നു? ദീപ്തി മേരി വർഗീസിന് വളരെ കുറച്ച് കൗൺസിലർമാരുടെ പിന്തുണയെ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ദീപ്തി മേരി വർഗീസിനെ മുന്നിൽ നിന്ന് നയിച്ചുകൊള്ളാൻ എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്? എന്താണ് ആ കൊടുത്ത സന്ദേശം? അപ്പോൾ ഒടുവിൽ അധികാരം എത്തിക്കഴിഞ്ഞാൽ സഭാ നേതൃത്വമാണെങ്കിലും സമുദായ ശക്തികളാണെങ്കിലും അധികാരത്തിനു വേണ്ടി സ്വാധീനം ചെലുത്തുമ്പോൾ അതിന് കീഴടങ്ങുന്ന മുന്നണിയാണ് എന്ന സന്ദേശമാണോ നൽകുന്നത്? അതുകൊണ്ടാണ് അധികാരത്തിലെത്തിയാൽ ഐക്യമുന്നണി അനൈക്യമുന്നണിയായി മാറുന്നു. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തിൽ ലീഗിന് അതൃപ്തി ഉണ്ടെന്നേ. ലീഗിൻ്റെ അതൃപ്തി പരസ്യമായി തന്നെ രേഖപ്പെടുത്തി. എറണാകുളം പോലൊരു കോർപ്പറേഷൻ അധികാരം പിടിച്ചു വരുമ്പോൾ അതിൻ്റെ അധികാരത്തിൻ്റെ വിഹിതം പങ്കിടാൻ വേണ്ടി വരുന്ന മനുഷ്യർ അവരെ അനുനയിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഈ പരാജയം LDFന് കിട്ടിയിട്ട് ഇത്രയും നാളായല്ലോ. ഒരു പരസ്യമായ പ്രതികരണം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടോ? LDFൻ്റെ ഏതെങ്കിലും ഘടകകക്ഷിയിൽ നിന്ന്? CPയിൽ വിമർശനമുണ്ടായി, പാർട്ടിക്കുള്ളിൽ. ഒരുപക്ഷെ ജോസ് കെ മാണിയുടെ പാർട്ടിക്കുള്ളിലും വിമർശനം ഉണ്ടായിട്ടുണ്ടാവാം. പുറത്തൊരൊറ്റ നേതാവും പിണറായി വിജയനെതിരെയോ ഈ മുന്നണിക്കെതിരെയോ അഭിപ്രായം പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടോ? ആരും പറയുന്നില്ല. ആരും പറയാത്ത സാഹചര്യമാണ്. അതാണ് ആ മുന്നണിയുടെ കെട്ടുറപ്പ് എന്ന് പറയുന്നത്. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ പ്ലസ് പോയിന്റാണ് LDFനെ സംബന്ധിച്ച്. നിലവിലതൊരു നെഗറ്റീവ് പോയിന്റാണ് UDFനെ സംബന്ധിച്ച്. അതാണ് ആദ്യമേ എനിക്ക് പറയാനുള്ള കാര്യം. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് കേട്ടൊരു ബൈറ്റ് KC വേണുഗോപാലിൻ്റെയാണ്. KC വേണുഗോപാലിനോട് നമ്മുടെ പ്രതിനിധിയാണ് ചോദിക്കുന്നത്. കേരളത്തിൽ സജീവമാകുമെന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ KC വേണുഗോപാൽ ആവർത്തിക്കുകയാണ്, ഞാൻ കേരളത്തിൽ സജീവമായ ആളല്ലേ? എന്നിട്ട് പറയുന്നൊരു വാചകം കൂടിയുണ്ട്, ഈ UDFനെ അധികാരത്തിലേറ്റുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. മറുഭാഗത്ത് മറ്റൊരു വാചകം കൂടി മുഴങ്ങി കേൾക്കുന്നുണ്ട്, വനവാസത്തിന് പോകും UDFനെ അധികാരത്തിലെത്തിയിട്ടില്ലെങ്കിൽ എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവാണ്. ഞാൻ ആ വാചകത്തോട് വ്യക്തിപരമായി വിയോജിക്കുന്ന ആളാണ്. കാരണം ഒരു രാഷ്ട്രീയ നേതാവ് തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ ഒരു സർക്കാരിനെ ഏറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കേണ്ട ആളാണോ? പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ. എന്താണ് മഹാത്മാഗാന്ധി പറഞ്ഞത്? എനിക്കൊരു അധികാര സ്ഥാനവും വേണ്ട, ഒരധികാരവുമായിട്ടും ആർത്തി കാണിക്കാത്ത മനുഷ്യരാണ് മഹാത്മാഗാന്ധി. അതുകൊണ്ട് തന്നെയാണ് മഹാത്മാഗാന്ധി ഇതിനെ ഒരു പാർട്ടി എന്ന നിലയിൽ നിന്ന് ജനസേവക് സമാജാക്കി മാറ്റണം എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെയാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്, അധികാരത്തിലെത്തിയിട്ടില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അധികാരത്തിലെത്തിയാൽ ഞാൻ
രാജപദവിയിലേക്കുണ്ടാവും എന്നുള്ളതിൻ്റെ നേരെ കൃത്യമായിട്ടുള്ള സന്ദേശമാണ്, വിരുദ്ധ യുക്തിയാണ് അദ്ദേഹം അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. അത് അദ്ദേഹത്തിന് അപ്പോൾ KC വേണുഗോപാൽ ഒരു ഭാഗത്ത് നിൽക്കുന്നു, VD സതീശൻ ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നാൽ അതിൻ്റെ ക്രെഡിറ്റ് കൊണ്ടുപോകാൻ. പക്ഷേ ക്രെഡിറ്റിനും അപ്പുറത്തേക്ക് എനിക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനുള്ള വ്യക്തിപരമായ വിയോജിപ്പ് എന്ന് പറയുന്നത്, ഒരു രാഷ്ട്രീയ നേതാവ് അധികാരത്തിനു വേണ്ടി ആകരുത് വനവാസത്തിന് പോകണമോ രാഷ്ട്രീയത്തിൽ തുടരണമോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. പകരം ജനസേവനമാണല്ലോ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ 1 or 2 സീറ്റിന് UDF പരാജയപ്പെട്ടാൽ VD സതീശനെ പോലെ ഒരു പ്രതിപക്ഷ നേതാവ്, ഒരു മികച്ച രാഷ്ട്രീയ നേതാവ് വനവാസത്തിന് പോകണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുമോ? അതെന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിന് അങ്ങനെ തോന്നുന്നത് മനസ്സിലാവുന്നില്ല. മറുഭാഗത്ത് ഇതേ ചോദ്യം CPM-ന്റെ പാർട്ടി സെക്രട്ടറിയോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് ഞാൻ വനവാസത്തിനൊന്നും പോകുന്നില്ല. അതിൻ്റെ കാരണം എന്താ? അധികാരം എന്ന് പറയുന്നത് CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് ഒരു പാർലമെന്ററി പാർട്ടി പ്രവർത്തനം എന്ന് പറയുന്ന ഒരു പാർട്ടി പ്രവർത്തനമാണ്. എന്നാൽ അതിനും അപ്പുറത്തേക്ക് സംഘടനാ പ്രവർത്തനത്തിൽ താല്പര്യമുള്ള നിരവധി ആളുകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത വർഷം അടുത്ത ഒരു ടേം UDF പ്രതിപക്ഷത്താണെങ്കിൽ ഞാൻ പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കാനില്ല എന്നാണോ പറയുന്നത്? അപ്പോൾ ഇതൊക്കെ കൊടുക്കുന്നത് തെറ്റായ സന്ദേശമാണ്. അതിന് ഒരുപാട് ആളുകൾ അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടി പല ഭാഗത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതൊരു ഐക്യമുന്നണി ആകുന്നത് അധികാരമില്ലാത്തപ്പോഴാണ്, അനൈക്യമുന്നണിയായിട്ട് മാറുന്നത് അധികാരമുള്ളപ്പോഴാണ് എന്നുള്ളത് പല ഘട്ടങ്ങളിലും നമ്മൾ അറിഞ്ഞു. 5ാം മന്ത്രി വിവാദം മുതൽ അത് നമ്മൾ കണ്ടതാണ്. എങ്ങനെയാണ് മുസ്ലിം ലീഗ് അവരുടേതായ നിലയിൽ 5ാം മന്ത്രിയെ പ്രഖ്യാപിക്കുന്നത് എന്ന് നമ്മൾ കണ്ടതാണ്. സമുദായ അംഗങ്ങളുടെയും സമുദായ നേതാക്കളുടെയും ഒക്കെ സ്വാധീനം, അത് സഭകളുടേതാണെങ്കിലും സമുദായങ്ങളുടെ ആണെങ്കിലും ഒക്കെ സ്വാധീനത്തിന് എങ്ങനെയാണ് ഐക്യജനാധിപത്യ മുന്നണി വഴങ്ങുന്നത്, എങ്ങനെയാണ് കീഴടങ്ങുന്നത് എന്നത് നമ്മൾ പല ഘട്ടങ്ങളിലൂടെയും കണ്ടതാണ്. ഇതാണ് ഇതിൽ. അതുകൊണ്ട് ഇനി പുതിയ തന്ത്രങ്ങൾ ഐക്യമുന്നണി രൂപീകരിക്കുന്നില്ല എന്നതാണ്. പ്രത്യേകിച്ച് മുന്നണിയായി നിലനിൽക്കാൻ, സഭാ താല്പര്യങ്ങളെ കീഴടങ്ങാതിരിക്കുക എന്ന നിലപാട് സ്വീകരിക്കാനൊന്നും പറ്റിയ നേതാക്കൾ ഇപ്പോഴില്ല. അവരെല്ലാവരും താല്പര്യങ്ങൾ പരിഗണിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഒരു മതേതരത്വ സങ്കല്പത്തിനുമേൽ കളങ്കം ചാർത്തുന്ന തരത്തിൽ ചില താല്പര്യങ്ങൾക്ക് വശപ്പെട്ടു പോകുന്നത് ശരിയല്ല എന്നതാണ് ഈ വിഷയത്തിൽ എൻ്റെ ടേക്ക്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, എന്തുകൊണ്ടാണ് അടുത്ത സ്ട്രാറ്റജി എങ്ങനെയായിരിക്കും? സ്വർണ്ണക്കൊള്ളയായിരുന്നല്ലോ പ്രധാനപ്പെട്ട സ്ട്രാറ്റജിയായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചത്. ഒരു പാരഡിപ്പാട്ടാണല്ലോ അതിലെ പ്രധാനപ്പെട്ട ടൂളായി തീർന്നത് എന്നാണ് UDF കരുതുന്നത്. ഞാനിപ്പോഴും കരുതുന്നില്ല. ആ പാരഡിപ്പാട്ടല്ല യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ പൂർണ്ണമായും സ്വാധീനിച്ചിട്ടുള്ളത്. ഞാൻ അങ്ങനെ കരുതാൻ ആഗ്രഹിക്കുന്നതേയില്ല. എന്തുകൊണ്ടെന്നാൽ അതെല്ലാം തദ്ദേശമായിട്ട് വിലയിരുത്തപ്പെട്ടതിന് മുന്നിൽ ഭരണവിരുദ്ധ വികാരത്തിലെ ഒരു ഘടകം മാത്രമാണ്. പക്ഷേ നോക്കൂ, ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അതാണ്. ഞാനും അങ്ങനെ വിശ്വസിക്കുന്നു. കാരണം പാരഡിപ്പാട്ടൊക്കെ പോപ്പുലർ ആവുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നതിന് ശേഷമാണ്. നമ്മളടക്കം ഈ പാരഡിപ്പാട്ട് കേൾക്കുന്നതും നമ്മളടക്കം അത് ചർച്ച ചെയ്യുന്നതും അപ്പോഴാണ്. എന്നാൽ ചിലയിടങ്ങളിൽ ആ പാട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ പാരഡിപ്പാട്ട് ഉപയോഗിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം UDF-ന് ഇല്ല എന്നതാണ് എൻ്റെ വിലയിരുത്തൽ. കാരണം ഇപ്പോൾ പാരഡിപ്പാട്ട് തന്നെ ഒരു വലിയ പ്രതിരോധമായി CPM സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടക്കമാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ആ വാചകം. വളരെ പ്രസക്തമായ ചോദ്യങ്ങളല്ലേ? ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും സംശയമുണ്ടാവില്ലേ? എങ്ങനെയാണ് 2014-ലാണെങ്കിൽ അതെന്നാണെന്ന് പോലും നമുക്കറിയില്ല, ജൻപഥിൽ ഏറ്റവും സെക്യൂരിറ്റിയുള്ള സുരക്ഷാ സംവിധാനങ്ങളുള്ള സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എങ്ങനെ 2 തവണ ആക്സസ് കിട്ടി? ഒരു തവണയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഒരു നേതാവിനെ കാണാൻ പോകാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു കള്ളന്, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു സ്വർണ്ണക്കൊള്ളക്കാരന് സോണിയാഗാന്ധിയെ കാണാൻ ഒരു ആഗ്രഹം ഉണ്ടാവുന്നു. അദ്ദേഹം ഒരു പോറ്റി എന്ന വേഷമിട്ട് അദ്ദേഹം ഒരു താന്ത്രിക വിധിയൊക്കെ അറിയാവുന്നയാൾ എന്ന നിലയിൽ പോയി ഒരു ചരട് വെട്ടിക്കൊടുക്കാൻ ഒരു താല്പര്യമുണ്ടാവുന്നു. അങ്ങനെ പാവം സോണിയാഗാന്ധിയെ പോയി കാണാൻ തീരുമാനിക്കുന്നു. ഒരു തവണ മനസ്സിലാക്കാം, ശരി, അത് ആന്റണിയോ അടൂർ പ്രകാശോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കോൺഗ്രസ് നേതാവിൻ്റെ പിന്തുണയിലായിരിക്കുമല്ലോ. അതല്ലാതെ സോണിയാഗാന്ധിയെ കാണാൻ നമുക്ക് ആർക്കും കഴിയില്ല. സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് ഒരു ആക്സസ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എങ്ങനെ കിട്ടി എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. 2ാമത്തെ തവണയും അവിടെ പോകുന്നുണ്ട്. ആ 2ാമത്തെ തവണ പോകുമ്പോൾ കയ്യിൽ കുറച്ച് സമ്മാനങ്ങളുമായിട്ടാണ് പോകുന്നത്, ഗിഫ്റ്റുമായിട്ടാണ് പോകുന്നത്. എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന സ്വർണ്ണക്കൊള്ളക്കാരന് ഈ പറയുന്ന സോണിയാഗാന്ധിയുടെ വസതിയിൽ ഒരു ഗിഫ്റ്റുമായി പോയി കാണാൻ? ഇതേ ദൃശ്യം നിങ്ങൾ തിരിച്ച് മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് കൊണ്ടുവന്നു എന്ന് കരുതുക. മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെയും മുഖ്യമന്ത്രിയുടെ മകളുടെയും സാന്നിധ്യത്തിൽ ഒരു ഗിഫ്റ്റ് മുഖ്യമന്ത്രിയുടെ കൈകളിൽ കൊടുക്കുന്ന ഒരു ചിത്രമുണ്ടെങ്കിൽ അതിനെ എങ്ങനെയായിരിക്കും രാഷ്ട്രീയമായി കേരളം വീക്ഷിക്കുക? അപ്പോൾ സോണിയാഗാന്ധിയുടെ കയ്യിൽ ഗിഫ്റ്റ് കൊടുത്തതിനെ കുറ്റം പറയല്ല. ഒരു തവണ നമുക്ക് മനസ്സിലാക്കാം, 2 തവണ എങ്ങനെ ആക്സസ് കിട്ടി? ഇത്രയും സുരക്ഷാ സംവിധാനങ്ങൾ മറികടന്ന്. അതിന് തൃപ്തികരമായ ഉത്തരം UDF-ലെയോ കോൺഗ്രസിലെയോ നേതാക്കൾ ഇതുവരെയും പറഞ്ഞിട്ടില്ല. പകരം അവർ എങ്ങനെയാണ് അടൂർ പ്രകാശിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധം? എന്താണ് ആന്റണിക്ക് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം? പ്രയാർ ഗോപാലകൃഷ്ണൻ എന്തുകൊണ്ടാണ് നിർണായകമായ ഘട്ടങ്ങളിലെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സന്നിധാനത്തെ പരിപാടികളിൽ പങ്കെടുപ്പിച്ചത്? പ്രധാനപ്പെട്ട ചോദ്യങ്ങളല്ലേ? 2014 മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെയുള്ള സ്വാധീനം, ആ സ്വാധീനം രാഷ്ട്രീയതീതമാണെങ്കിൽ അതേ കാര്യം തന്നെയല്ലേ ഇപ്പുറത്തും സംഭവിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് ചോദ്യം. അവിടെ ഒന്ന് നോക്കൂ, ഇത് ഭരിച്ചിരിക്കുന്നത് UDF-ന്റെ സർക്കാരാണെന്ന് കരുതുക. 2016-ൽ അന്ന് ദേവസ്വം ബോർഡ് UDF-ൻ്റെതാണെന്ന് കരുതുക. ഈ സോണിയാഗാന്ധിയെ നേരിട്ട് കണ്ട
അടൂർ പ്രകാശുമായിട്ടും ആന്റോ ആന്റണിയുമായിട്ടും ഇത്രയും അടുത്ത സൗഹൃദമുണ്ട് എന്ന് ചിത്രങ്ങളിലൂടെ നമുക്ക് വ്യക്തമാകുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സന്നിധാനത്ത് എന്തായിരിക്കും അദ്ദേഹത്തിന്റെ റോള്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതിൽ നിന്ന് വ്യത്യസ്തമാകുമോ? ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന ദ്വാരപാലക ശില്പപാളികളിൽ നിന്ന് സ്വർണം കൊണ്ടുപോകുന്നത് തടയാൻ ഈ പറയുന്ന അന്നത്തെ UDF ദേവസ്വം ബോർഡിന് കഴിയുമോ? അങ്ങനെ കഴിഞ്ഞ ചരിത്രമുണ്ടോ? പ്രയാർ ഗോപാലകൃഷ്ണൻ അല്ലേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സന്നിധാനത്ത് പല പരിപാടികളിലും പ്രധാന അതിഥിയായി താമസിപ്പിച്ചത്, പ്രധാന അതിഥിയായി പങ്കെടുപ്പിച്ചത്? എന്തിനേറെ പ്രതിപക്ഷ നേതാവിൻ്റെ പിന്നിൽ നിൽക്കുന്ന റെജി എന്ന് പറയുന്ന ഒരാൾ, അയാളൊരു സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അയാളുടെ റോൾ എന്താണ്? ഇതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ കേരളം ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ പാരഡി പാട്ട് കൊണ്ടോ ഈ വികസനത്തെ മറയ്ക്കുവാൻ വേണ്ടി സ്വർണ്ണക്കൊള്ള എന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധം ഉപയോഗിച്ചുകൊണ്ടോ മാത്രം UDF സാധിക്കില്ല. അതാണ് ഇവിടെ പൊളിഞ്ഞു വീഴാൻ പോകുന്നത്. പതിവ് വിട്ട തന്ത്രങ്ങളായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പയറ്റിയതെങ്കിൽ അത് പോരാതെ വരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി പ്രതിപക്ഷം പ്രയോഗിച്ചൊരു തന്ത്രമുണ്ട്. എന്താണെന്നറിയാമോ? വികസന വിഷയങ്ങളൊന്നും ചർച്ചയാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. എല്ലാ ചർച്ചകളും സ്വർണ്ണക്കൊള്ളയിലേക്ക് കൊണ്ടുവന്നു. എല്ലാ ചർച്ചയും സ്വർണ്ണക്കൊള്ളയിലേക്ക് കൊണ്ടുവന്നു. ആ സ്വർണ്ണക്കൊള്ള മാത്രം ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു. ഇന്നിപ്പോൾ മലയാള മനോരമയുടെ 7ാമത്തെ പേജിൽ പോലും, മലയാള മനോരമയ്ക്ക് പോലും എഴുതേണ്ടി വന്നിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാനതിൻ്റെ ടൈറ്റിൽ ഒന്ന് വായിക്കാം. 1.5 പതിറ്റാണ്ടിനിടെ കേരളം വളർന്നു 3.5 മടങ്ങോളം. 2011-12 മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം 3.64 ലക്ഷം കോടി. അവിടെ നിന്ന് ഈ പിണറായി സർക്കാർ ഇറങ്ങിപ്പോകുന്ന സമയത്ത് 12.49 ലക്ഷം കോടി. എത്രയാ മടങ്ങി? 3 മടങ്ങ് 4 മടങ്ങ് വർധനമുണ്ടായിരിക്കുന്നു. 10 വർഷം കൊണ്ട് ഇരട്ടിയിലേറെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനം GSDP വർദ്ധിച്ചിരിക്കുന്നു. എഴുതുന്നത് മലയാള മനോരമയാണ്. അതിൻ്റെ അവസാനത്തെ ഒരു വാചകം കൂടി ഞാനൊന്ന് വായിക്കാം. പ്രളയമടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങളെയും കോവിഡിനെയും കേരളം അതിജീവിച്ചെന്ന് വ്യക്തമാക്കുന്നതാണ് കണക്കുകൾ. 2011-12 3.64 ലക്ഷം കോടിയായിരുന്ന സമ്പദ് വ്യവസ്ഥ 2016 6.35 ലക്ഷം കോടിയാവുന്നു. അവിടെ നിന്ന് 2024-25 വീണ്ടും ഇരട്ടിയോളം വളർന്ന് 12.49 ലക്ഷം കോടിയാവുന്നു. UDF സംബന്ധിച്ച്, പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഒരൊറ്റ തന്ത്രമേ മുന്നിലുള്ളൂ. വികസനം ചർച്ചയാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഏതു പ്രചരണ വിഷയം കൊണ്ടുവന്നാലും അത് അതിൻ്റെ ഭംഗിയായി നിർവഹിച്ചാൽ നിങ്ങൾക്കൊരു സാധ്യതയുണ്ട്. വികസനമാണ് ചർച്ചയാവുന്നതെങ്കിൽ മനോരമയുടെ ഈ ക്ലിപ്പ് മാത്രം പോരാ. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം പ്രതിപക്ഷ MLA-മാരുടെ മണ്ഡലങ്ങളിലെ കിഫ്ബിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ കണക്കുകളും പുറത്തു വരുമ്പോൾ അതൊക്കെ കേരളം കേൾക്കും, കാണും. പക്ഷേ അതിനെ തടയിടണമെങ്കിൽ UDF ഏക സാധ്യതയുള്ളത് സ്വർണ്ണക്കൊള്ള പോലെ മറ്റൊരു നെറേറ്റീവിലേക്ക് പോകണം. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കൊള്ള ഇല്ലായിരുന്നെങ്കിൽ UDF എന്ത് ചെയ്തേനെ? ഏത് വിഷയം പിടിച്ചേനെ? ഇപ്പോൾ ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നേറ്റിവിറ്റി ID കാർഡ് കൊടുക്കാൻ പോവുകയാണ്. അത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് കരുതുന്ന ഒരു നടപടിയല്ലേ? രാജ്യമെമ്പാടും ഈ പറയുന്ന പൗരത്വ നിയമത്തിൻ്റെ വലിയ ഭീഷണി ഉണ്ടാകുമ്പോൾ സംസ്ഥാനം ഒരു പുതിയ ആശയം കൊണ്ടുവരികയാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സംസ്ഥാനം പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. കരോൾ സംഘത്തിനെതിരെ മറ്റു സംസ്ഥാനങ്ങളിൽ അതിക്രമം നടന്നിട്ട് കേസെടുക്കാതിരിക്കുമ്പോൾ ഇവിടെ കേസെടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ അതിന് സംസ്ഥാന സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയുള്ള നിലപാടുകൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കുക എന്നത് മാത്രമാണ് UDF മുന്നിലുള്ള ഒരേ ഒരു സ്ട്രാറ്റജി. അത് കണക്കു പറഞ്ഞ് UDF എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ അത് നേരിടാൻ പോകുന്നത് എന്നുള്ള തന്ത്രം കൊണ്ടുവരണം. മൂന്നാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ CPM എടുത്തിരിക്കുന്ന നിലപാട് 2 ടൈമിൽ കൂടുതൽ എന്നുള്ള ആ കണ്ടീഷൻ മാറ്റാൻ പോകുന്നു. അതിനുള്ള കാരണം ഈ തെരഞ്ഞെടുപ്പ് വളരെ ടൈറ്റായ ഒരു തെരഞ്ഞെടുപ്പാണ്. 2 ടേം തുടർച്ചയായിട്ട് ഭരിച്ച ഏതൊരു സർക്കാരിനും കേരളത്തിലെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഒരു ആൻറ്റി ഇൻകുംബൻസി നേരിടേണ്ടി വരും. അതൊരു സ്വാഭാവികമായ ആൻറ്റി ഇൻകുംബൻസിയാണ്. അത് ഓരോ വോട്ടറുടെയും പൊളിറ്റിക്കൽ ഈഗോയുടെ ഭാഗമായി അവരുടെ പരീക്ഷണ രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പരീക്ഷിക്കുന്നതാണ്. അല്ലെങ്കിൽ ഞാനിപ്പോഴും വിശ്വസിക്കില്ല എറണാകുളം കോർപ്പറേഷൻ LDF നഷ്ടപ്പെടാൻ ഒരു കാരണവുമില്ല. കഴിഞ്ഞ കോർപ്പറേഷനുകളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ ഇക്കുറി LDF കോർപ്പറേഷൻ നഷ്ടപ്പെട്ടതിൻ്റെ കാരണം അവർ അധികാര മാറ്റം ജനങ്ങൾ വോട്ടർമാർ ആഗ്രഹിക്കുന്നു. അതിനെ തടഞ്ഞു നിർത്താൻ ആവശ്യമായിട്ടുള്ള മുഖങ്ങൾ തന്നെ നിയമസഭയിലേക്ക് മത്സരിക്കണം. അതിൽ സിറ്റിംഗ് MLA-മാരുടെ ആൻറ്റി ഇൻകുംബൻസി ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പ്രോ ഇൻകുംബൻസി ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. 62 CPM MLA-മാരിൽ 23 പേരും 2 ടൈം കഴിയുന്നവരാണ്. അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് 15 നിയമസഭാ മണ്ഡലങ്ങൾ വളരെ ക്രിട്ടിക്കലാണ്. ആ 15 നിയമസഭാ മണ്ഡലങ്ങളിൽ ഈ പറയുന്ന 2 ടൈം വ്യവസ്ഥ നിർബന്ധമാക്കിയാൽ അവർ പുതിയ മുഖങ്ങൾ വരും. പക്ഷേ അവിടെ സിറ്റിംഗ് MLA-മാർ അല്ലെങ്കിൽ പരാജയപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. 14 മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം 5000-ൽ താഴെ മാത്രമേ ഉള്ളൂ എന്നത് പ്രേക്ഷകർ ശ്രദ്ധിക്കണം. എന്നാൽ LDF അനുകൂലമായ കണക്ക് 42 മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം 20,000-നും 69 മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം 10,000-നും മുകളിലാണ്. ഈ 42 മണ്ഡലങ്ങളിൽ LDF ആത്മവിശ്വാസമുണ്ട്. പക്ഷേ ബാക്കിയുള്ള 15 മണ്ഡലങ്ങളെ നിർണായകമാണ്. തുടർഭരണം അപ്പോൾ കിട്ടുമോ? തുടർഭരണം സംശയം എന്താ? നിലവിലുള്ള ഈ അവസ്ഥയിൽ എന്താണ് UDF മറുഭാഗത്തുള്ള സ്ട്രാറ്റജി? എന്താണ്? ഏത് കാര്യത്തിലാണ് നിങ്ങൾ ഈ സർക്കാരിൻ്റെ ഭരണം മോശമാണെന്ന് വിലയിരുത്തുക?
ഞാനതാ ചോദിക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ചർച്ചകളെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു വകുപ്പിന്, ഇപ്പോൾ ഒരു സർക്കാർ ജനറൽ ആശുപത്രിയിൽ രാജ്യത്ത് ഇതാദ്യമായി ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്നിരിക്കുക നമ്മുടെ സംസ്ഥാനത്താ. അതിൽ അഭിമാനമില്ലേ? അതിലെന്താ ആരോഗ്യവകുപ്പിനെ പഴിക്കാൻ എന്താ ഉള്ളത്? അത് നമ്മുടെ സംസ്ഥാനത്ത് കോട്ടയം മെഡിക്കൽ കോളേജ് നേടിയ നേട്ടങ്ങൾ എത്രയാ? എത്ര പേരാണ് ചികിത്സ തേടി പോയത്? ഇതിൻ്റെ എല്ലാം കണക്കുകൾ നമ്മുടെ മുന്നിലില്ലേ? അപ്പോൾ വസ്തുതകൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ അത് LDF അനുകൂലമാകും. വസ്തുതയെ മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു പ്രചരണ വേലയ്ക്ക് ഒരു പാരഡി ഗാനം സഹായിച്ചതുപോലെ, ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം സംഭവിച്ചതുപോലെ ഒരു വിഷയം വന്നാൽ അത് പ്രതിപക്ഷത്തെ സഹായിക്കും. അതല്ലാതെ പ്രതിപക്ഷത്തിന് ഒരു സാധ്യതയും ഞാൻ ഈ ഘട്ടത്തിലും കാണുന്നില്ല. പതിവ് വിട്ട തന്ത്രങ്ങളൊക്കെ തന്നെ ഉപയോഗിക്കേണ്ടി വരും. പഴയ പടക്കുതിരകളെയൊക്കെ കളത്തിലിറക്കിയാലും അടിസ്ഥാനമായി വോട്ടർമാർ എന്ത് ചർച്ച ചെയ്യുന്നു എന്നതാണ് പ്രശ്നം. ആ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ ബാക്കിയുള്ള എല്ലാ ആഖ്യാനങ്ങളും തകർന്നു പോകും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പതിവ് വിട്ട തന്ത്രങ്ങളിലേക്ക് എല്ലാ മുന്നണികളും ശ്രമിക്കും, അത് സ്വാഭാവികമാണ്. UDF കുറച്ചുകൂടി തന്ത്രങ്ങൾ ഇനി പയറ്റേണ്ടി വരും. സ്വർണ്ണക്കൊള്ളയിൽ മാത്രം പിടിച്ചിരുന്നിട്ട് കാര്യമില്ല. 3 പേരുടെ അഭിപ്രായം പതിവ് വിട്ട തന്ത്രങ്ങളാണ് എന്നാണ്. Meet the editors.